ഹലോ എവരിവൺ. എന്താണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ? ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ നിന്നും എന്ത് വ്യത്യസ്തതയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഉള്ളത്? ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിൽ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ പങ്ക് എന്താണ്? തുടങ്ങി ഇത്തരത്തിലുള്ള മോണ്ടിസോറി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റലിയിലെ ഫിസിഷ്യനായിരുന്ന ഡോക്ടർ മറിയ മോണ്ടിസോറിയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ലോകത്തിനു മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓരോ കുട്ടിയും സ്വാഭാവികമായി പഠിക്കാനുള്ള കഴിവും കൗതുകവും ഉള്ളവരാണെന്ന വിശ്വാസമാണ് ഈ രീതിയുടെ അടിസ്ഥാനം. കുട്ടിയുടെ പ്രായം, കഴിവ്, താല്പര്യം എന്നിവ മാനിച്ച് സ്വതന്ത്രമായും ആസ്വദിച്ചും പഠിക്കാനുള്ള അന്തരീക്ഷമാണ് മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ ഒരുക്കുന്നത്. ഇവിടെ അധ്യാപകൻ ഒരു ഗൈഡ് മാത്രമായി പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് നിർദ്ദിഷ്ട പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് സ്വന്തം വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പരിശീലിക്കാനും അവസരം ലഭിക്കുന്നു. പാഠപുസ്തക കേന്ദ്രീകൃത പഠനത്തിനു പകരം പ്രവർത്തനങ്ങളിലൂടെ പഠിപ്പിക്കുന്നതാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. കുട്ടികൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാനും പ്രവർത്തിക്കുവാനും അവസരം ലഭിക്കുന്നതിനാൽ അവർ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരായി വളരുന്നു. വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്നതിനാൽ സഹകരണം, പങ്കിടൽ, സഹാനുഭൂതി എന്നിവ കുട്ടികളിൽ വളരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ പ്രധാന മെറ്റീരിയലായ പിങ്ക് ടവർ. പിങ്ക് ടവർ യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ, സീരിയേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽ, കോൺസെൻട്രേഷൻ, സെൽഫ് കറക്ഷൻ എന്നിവ ഇൻക്രീസ് ചെയ്യുന്നു. സാധാരണയായി ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ കുട്ടികൾ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചേഴ്സ് കണ്ട് ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഒരു കുട്ടി വലിപ്പ വ്യത്യാസമുള്ള ഇത്തരത്തിലുള്ള ക്യൂബ്സ് സ്പർശിച്ചുകൊണ്ടാണ് കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. ഇതാണ് ജിയോമെട്രിക്കൽ ക്യാബിനറ്റ്. ഇതിൽ സർക്കിൾ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, ഓവൽ എന്നീ ഷേപ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ഷേപ്സും അതിനനുയോജ്യമായ ഫ്രെയിമിനുള്ളിൽ കൃത്യമായി ഒതുങ്ങുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജിയോമെട്രിക്കൽ ക്യാബിനറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ഷേപ്സ് ഐഡന്റിഫിക്കേഷൻ, വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ, ടാക്ടൈൽ സെൻസ്, ഫൈൻ മോട്ടോർ സ്കിൽ, പ്രിപ്പറേഷൻ ഫോർ ജിയോമെട്രിക്, സെൽഫ് കറക്ഷൻ എന്നിവ ഇൻക്രീസ് ചെയ്യുന്നു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ ഒരു പ്രധാന ലാംഗ്വേജ് ലേണിംഗ് മെറ്റീരിയലാണ്. ഓരോ കുട്ടിയും അവരവരുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ട്രേസിങ്ങിലൂടെയാണ് ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതിലൂടെ ലെറ്റർ റെക്കഗ്നിഷൻ, ടാക്ടൈൽ ലേണിംഗ്, പ്രിപ്പറേഷൻ ഫോർ റൈറ്റിംഗ്, പ്രിപ്പറേഷൻ ഫോർ റീഡിംഗ്, കോൺസെൻട്രേഷൻ ആൻഡ് കോൺഫിഡൻസ് എന്നിവ ഇൻക്രീസ് ചെയ്യുന്നു. സിലിണ്ടർ ബ്ലോക്സ് മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ പ്രധാന സെൻസറി ലേണിംഗ് മെറ്റീരിയലാണ്. ഇതിൽ വുഡൻ ബ്ലോക്സും അതിനകത്ത് കൃത്യമായി ഒതുങ്ങുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള കഷ്ണവും ഉൾപ്പെടുന്നു. സിലിണ്ടർ ബ്ലോക്സ് കുട്ടികളെ വലുപ്പ വ്യത്യാസം മനസ്സിലാക്കാനും അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ കുട്ടികളിൽ പെൻസിൽ ഗ്രിപ്പ് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നു. മോണ്ടിസോറി പഠന രീതിയിൽ പോറിംഗ് ആക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പോറിംഗ് ആക്ടിവിറ്റിയിലൂടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, ഇൻഡിപെൻഡൻസ്, ഹാൻഡ് ഐ കോർഡിനേഷൻ, പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് എന്നിവ ഇൻക്രീസ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ പോറിംഗ് ആക്ടിവിറ്റി കുട്ടിയെ ശ്രദ്ധയുള്ള, സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവുമുള്ളവനായ ഒരു വ്യക്തിയായി വളർത്താൻ സഹായിക്കുന്നു. വാഷിംഗ് ആക്ടിവിറ്റിയിലൂടെ കുട്ടികൾക്ക് സ്വന്തം ശരീര ശുചിത്വം സ്വയം പാലിക്കാൻ പഠിപ്പിക്കുന്നു. കൂടാതെ
രോഗങ്ങൾ ഒഴിവാക്കാൻ കൈ കഴുകേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികൾ മനസ്സിലാക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ മോണ്ടിസോറി എഡ്യൂക്കേഷനിലൂടെ ഒരു കുട്ടിയുടെ അക്കാദമിക് ഡെവലപ്മെന്റും കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ഡെവലപ്മെന്റുമാണ് നടക്കുന്നത്. മോണ്ടിസോറി എഡ്യൂക്കേഷനിലൂടെ ഒരു കുട്ടി സ്വാഭാവികമായ അച്ചടക്കവും ഉത്തരവാദിത്വവും ഉള്ളവരായി വളരുന്നു. കാണുക, സ്പർശിക്കുക, കേൾക്കുക തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ അവർ അവരുടെ പഠനം ശക്തമാക്കുന്നു. അധ്യാപിക നിർദ്ദേശിക്കുന്നവളല്ല, വഴികാട്ടിയാണ്. ചുരുക്കത്തിൽ മോണ്ടിസോറി വിദ്യാഭ്യാസം കുട്ടിയെ സ്വതന്ത്രനും ആത്മവിശ്വാസമുള്ളതുമായ ജീവിതത്തിന് തയ്യാറാക്കുന്നു. താങ്ക് യു.